ബാപ്പാൻ്റെ ഒരു ഉയർച്ച CMOറോടെ തന്നെയാണ്. ഖുറ എന്ന സ്ഥലത്ത് വന്ന്, ഖുറ എന്നൊരു നാട് ഒന്നുമില്ലാത്ത പ്രദേശമാണ്, ഹൈന്ദവ ആൾക്കാരും അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. 10-60-100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ CMOർ ഇരുന്ന് വന്നു. ഈ നാടിൻ്റെ മണ്ണും ഇവിടുത്തെ വള്ളവും ഒരാളെ കൊണ്ട് ശിഫ ആകും എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയും ശേഷം 10-20 വർഷങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട കുമ്പോൽ, ഇപ്പോഴത്തെ KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൽ, അള്ളാഹു ദീർഘായുസ്സുൽ ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ, അവിടുത്തെ വല്യുപ്പ പാപ്പൻകോയ തങ്ങൾ ആ നാട്ടിൽ വന്നു. ആ നാട്ടിൽ വന്നിട്ട് ഒരു പ്രദേശം കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ഈ പ്രദേശം നിങ്ങൾ ഒരു ഹാജിയാരെ കൂട്ടിയിട്ട് വന്ന് പറഞ്ഞു, ഈ ഒരു പ്രദേശം നിങ്ങൾ എടുക്കുക, ഇവിടെ നിങ്ങൾ പള്ളി കെട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പള്ളി കെട്ടി. ശേഷം അവർ പറഞ്ഞു കുറച്ച് ആൾക്കാർ വരാണ്ട് അവരെ കൂട്ടിയിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, അതുപോലെ EK ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ് അവരൊക്കെ വന്നുപോയി. എല്ലാം കഴിഞ്ഞ് അവിടുന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോയി. പിന്നീട് ബാപ്പ എല്ലാം ഇറങ്ങി തഹസീലായി മദനി കോളേജിൽ തന്നെ 2ാമത് റിസായി നിന്ന് ഒരു 6 മാസം നിൽക്കുമ്പോൾ ഉപ്പാപ്പ തന്നെ പറഞ്ഞു, എടാ എൻ്റെ മോൻ ചെറിയ മോനിക്ക് കോയമ്മാക്കൊരു പള്ളി വേണമല്ലോ, സ്ഥലം എന്താക്കുന്ന് വെച്ച്. അങ്ങനെ ആദ്യം കന്യാണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചോദിച്ചറിഞ്ഞു, ഇല്ല അവിടെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കാജൂർ മക്കാമിൽ അവിടെ ചോദിച്ചു, അതും വേണ്ട പറഞ്ഞു. അപ്പം ആ സമയത്താണ് ബഹുമാനപ്പെട്ട കുമ്പോൽ തങ്ങൾ അവിടെ എത്തിപ്പെടുന്നത്. അളിയനും കൂടി സ്വന്തം മോളെ ഭർത്താവും കൂടിയാണല്ലോ. എടോ കോയമ്മാക്ക് ഇങ്ങനൊരു പള്ളിയുണ്ട് ഇന്നൊരു സ്ഥലത്ത്, അവിടെ പോയിക്കോറും. അങ്ങനെയാണ് ഉപ്പാൻ്റെ അവിടെ എത്തലും ആ CMOറെ വാക്ക് അവിടുന്ന് പുലരലും എല്ലാം ഓറെ ആ മദത് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടായിരിക്കാം ആ ഭേദ്യം അന്ധമായിട്ട് ബാപ്പാൻ്റെ വഫാത്തിൻ്റെ 3 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട നമ്മളെ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് താജുൽമൻ്റെ അവിടുത്തെ ദറസിൻ്റെ പല വിഷയങ്ങൾ പറയുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞു, പൊതുവെ സിയാറത്ത് വരുത്തുണ്ടില്ല എന്നുള്ളതല്ല, ഒന്ന് മടവൂരൊക്കെ പോകണം മോനേന്ന് പറഞ്ഞു. പോയി 1 മണിക്കൂറോളം പല ദ്വാ കഴിഞ്ഞ് പല വിഷയങ്ങളും പലതായ ഭാഷകൾ പറഞ്ഞ് കഴിഞ്ഞ് അവിടെ വന്നിട്ട് എൻ്റെ ശരീരത്തിൻ്റെ ഒരു പടവിടണമെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ എന്ന് പറഞ്ഞ് പിന്നെ ഒന്നും മുണ്ടിയിട്ടില്ല. പിന്നെ ഉപ്പാൻ്റെ വഫാത്താണ് ഉണ്ടായത്. 3 ദിവസം കഴിഞ്ഞ് ഉപ്പാൻ്റെ വഫാത്ത്.